നീ ഇന്ന് ജോലിക്ക് പോണ്ട, ഇന്ന് ജോലിക്ക് പോണ്ട, ഇന്ന് സിറ്റിലെല്ലാം തിന്നു ചത്ത് കിടക്കട്ടെ. ഇത് ശരിക്കും ചെയ്തത് AP പാപ്പൻ എന്ന് പറഞ്ഞ ഒരാളാ. എന്തൊക്കെ ഇവിടെ നടക്കണേ? കണ്ടാ നീ മോളോട്ട് നോക്കിയ അലക്സേ? എന്താ ഇത്? എല്ലാം കൈ പൊക്കി ചെന്നിക്ക്. നീ കൈ വെക്കില്ല. നീ ഇന്ന് ജോലിക്ക് പോണ്ട, ഇന്ന് ജോലിക്ക് പോണ്ട, ഇന്ന് സിറ്റിലെല്ലാം തിന്നു ചത്ത് കിടക്കട്ടെ. ഒരു പെൺകൊച്ചിനേലും കൊണ്ടുവരണ്ടേ? എന്താ ഇത്? നല്ല കുട്ടികളാരും എക്സാം ചെയ്ത് നിങ്ങളെ മാത്രമായിട്ട് വന്നത് എന്താ? പോയി കണ്ണേജി സാറേ സംസാരിക്കാം. വാ സാറേ അനങ്ങി എന്ത് ഇരട്ടാളാ സാറേ? എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഇറങ്ങടാ നാറി നീ. ഷാജി ഇറങ്ങടാ, വണ്ടിയിറങ്ങടാ, തരാ കേട്ടാ. ഞാൻ കാര്യം പറ്റാ, ആ ഷാജി ഇല്ലേ, ആ ഷാജി അതിൻ്റെ അകത്ത് ഇരിക്കോ? നാറ് ഷാജിയും മറ്റവനും മറ്റേ ഒണിക്സ്. അവനാര്? IPS ആ? ഇതെന്താ ഇത്? അവന്റെ ഷോ കണ്ട അവന്റെ പറ്റ. അതെ ഞാൻ കാര്യം പറയട്ടെ, ഞാൻ 5 ഇടയ്ക്ക് വേണ്ട. കൈ വെക്കടാ, എല്ലാം കൈ വെക്ക. ഇല്ല ഞാൻ എന്നെ കൊന്നാലേ പറ്റില്ല, പിന്നെ എന്നെ അറസ്റ്റ് ചെയ്യല്ലേ? ഇല്ല എടാ കണ്ണേച്ചേടാ സാറേ, ഒറ്റ സാറേ, സാറേ നിങ്ങൾ എയർ ഓഫീസറിന്റെ അടുത്ത് പറ ഇവിടെ ഒരു അടി നടന്നാൽ ഇവിടെ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെയുള്ള ഒരു ഓഫീസറിനെ നമ്മള് സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെട്ട് അവന്റെ കൂടെ നിർത്തിയതാ. അവൻ ഈ ഉള്ള ആൾക്കാരെല്ലാം കാണിച്ച് ഈ ഷാജി CIDയും കളിച്ച് വന്നിട്ട് വലിയ മാസം കാണിച്ച് പോലീസുകാരെ വിളിച്ചോണ്ട് വന്നിട്ട് അവനെ കൊണ്ടുപോയി. അതിന്റെ എന്ത് കാര്യം അറിയാൻ പറ്റും? അല്ല ഷാജി എന്നെ വിളിച്ചേ, എനിക്ക് ഷാജി എന്നെ വിളിച്ചേ. ഞാൻ കാര്യം പറയട്ടെ, ഒറ്റ മിനിറ്റ് സാറേ ഞങ്ങൾക്ക് സാറേ we need 5 minutes for talk. എല്ലാരും കൂടി വന്നിട്ട് എന്നെ അങ്ങ് അമർത്തി കൊണ്ടുപോവല്ലേ? എന്നെ ഈ കാര്യം പറട്ടെ, സാറ് പാവണ്ടായിരിക്കും, ഇവിടെ ഉള്ളമാരെല്ലാം എന്നെ ഇപ്പൊ കൊണ്ടുപോകും, അതുറപ്പാ. ഹലോ, ഇനി ഇവിടെ നടന്ന ലോ ആൻഡ് ഓർഡറിന്റെ ഒരു നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ചന്ദ്ര സാറിന്. എന്റെ ഡിമാൻഡ് ഇത്രയുള്ള സാറേ, എന്റെ പേരുള്ള എല്ലാ കേസും ഇപ്പൊ പിൻവലിക്കണം. അങ്ങനെ പിൻവലിക്കാൻ പറ്റത്തില്ല. ഇത്രയും ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ ഹോസ്റ്റേജ് എടുത്ത് ഇങ്ങനെ ഒരു ഡിമാൻഡ് വെച്ച് കഴിഞ്ഞാൽ ടെററിസം എന്ന് പറയുന്ന സാധനം ഇല്ലാതാവും എന്നാണോ ചന്ദ്രൻ പറയണേ? ഇല്ലാതാക്കണം പറ്റൂല.
ഒരിക്കലും പറ്റില്ല. അത് വേറൊന്നും കൊണ്ടല്ല ചന്ദ്രന്റെ ആർക്കും പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടായത് കൊണ്ടോ ഇറ്റ്സ് പ്യൂർലി ഓൺ ബേസ്ഡ് ഓൺ ലോ. ചന്ദ്ര, ഇതിനകത്തൊന്നും ചെയ്യാനില്ല. കാരണം ഈ സംഭവം നടന്നതും എടുത്തതും ഈ സിറ്റിക്കകത്തുള്ള പലവരും കണ്ടു. ഇവരൊക്കെ ചന്ദ്രനെ മാറ്റാൻ പറ്റുമോ? ഇവരെയൊക്കെ മൊഴികള് ഇതിപ്പോ ഞങ്ങളെ മുഴുവൻ ചന്ദ്രൻ ഇപ്പം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പോലും ഇതവിടെ റെക്കോർഡിക്കലാ ആണല്ലേ. സിറ്റിക്കകത്തുള്ള എല്ലാവരും ഒട്ടുമുക്കാൽ XMDയും ഒട്ടുമുക്കാൽ DOJയും പീഡിക്കകത്തുള്ള ഇത് ശരിക്കും ചെയ്തത് AP പാപ്പൻ എന്ന് പറഞ്ഞ ഒരാളാ. എന്നെ അയാള് കരുവാക്കിയതാണ് ഇതില്. ഞാൻ നിരപരാധിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്ര അല്ലല്ലോ, എന്റെ പേര് ഏബൽ എന്നല്ല, എന്റെ പേര് ഇറ്റാച്ചി എന്നാണ്. താങ്കളുടെ പേര് ഏബൽ ആണെന്ന് പിന്നെ എന്തിനാണ് ഏബൽ എന്ന് പറയേണ്ട ആവശ്യം? എന്റെ പേര് ഇറ്റാച്ചി എന്നാണ്. അതിന് താങ്കളല്ലല്ലോ പറഞ്ഞത്. അപ്പൊ താങ്കൾ ഏബലാണോ? അല്ല, എന്റെ പേര് ഇറ്റാച്ചി എന്നാണ്. എന്നെ ഇറ്റാച്ചി എന്ന് വിളിച്ചാൽ മതി. എനിക്കല്ലാതെ പേര് സാറേ, എന്നെ ഈ സിറ്റിയിലെ ലോയാണ് സാറേ എന്നെ ഇങ്ങനെ ആക്കണേ. ഞാൻ ഇപ്പോഴേ പറയാം, എന്നെ ഈ സിറ്റിയിലെ ലോയാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. എനിക്കിതൊന്നും ചെയ്യാൻ ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. ചന്ദ്രൻ ചെയ്ത തെറ്റുകള് ചന്ദ്രന് എന്താ നിങ്ങൾ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഒരു കാര്യം അത്യാവശ്യമായിട്ട് അതിലൊരുത്തിരി ബോബാറ്റി വേണോന്ന്. എനിക്ക് ആപ്പടെ ബോബൂട്ടനെ മാത്രം അറിയൂ ബോസ്. ഉള്ള കാര്യം ഞാൻ പറയും. അവന്റെ വാക്യത്തെ അവിടെ ടിഷ്യൂ പേപ്പറിന്റെ ആ ഒരു മറ്റേ റോളില്ല, അത് മൊത്തം ഇടിച്ചും കയറ്റിട്ട് മിണ്ടാണ്ടിടാ തെണ്ടി എന്ന് പറയാൻ അടുത്ത്. നിനക്ക് ബോബാറ്റി വേണോ? ചന്ദ്രൻ ഒരു കാര്യം മനസ്സിലാക്കണം. ചന്ദ്രൻ ഇപ്പൊ ബെയിലാണ് വെളിയിലാണ്. ആ ഒരു ബെയിലിൽ ഇറങ്ങിയിരിക്കുന്നത് രണ്ടുപേര് ഇവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ട, ഞങ്ങളുടെ ഏക്കമ്പിലും കമ്മ്യൂണിറ്റി സർവീസ് ഒക്കെ ചെയ്ത് ഇവിടെയുള്ള എല്ലാവർക്കും പ്രിയപ്പെട്ടതായിട്ട് രണ്ടുപേരാണ്. ഓക്കെ, ആ രണ്ടുപേർക്കൂടാണ് ഈ ഒരു വിഷയത്തിന്റെ ബേസിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അത് ചന്ദ്രൻ അറിയാം. ആ പ്രശ്നമല്ല നമ്മൾ സോൾവ് ചെയ്യും. എല്ലാ പ്രശ്നവും നമ്മൾ സോൾവ് ചെയ്യും. അതെങ്ങനെ സോൾവ് ആക്കാൻ? ചന്ദ്രന്റെ അടുത്ത് ബെയില് തന്നപ്പോഴേ ഞാൻ ചന്ദ്രന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വെയിലബിൾ ഒഫൻസ് അല്ല. ചന്ദ്രൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും വെയിലബിൾ എന്നിട്ടും നിങ്ങളുടെ ഒരു EMS ഓഫീസറിനെ കാണാതെ എന്ന് പറഞ്ഞ് നിങ്ങൾ അത്രയും പുറകെ വന്ന് അത്രയും ചെയ്തതിന്റെ ആ ഒരു ഉദ്ദേശം എന്താണ്? എനിക്കത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം ഒരാളെ ജസ്റ്റ് കണ്ടില്ലെങ്കിൽ അപ്പൊ തന്നെ അയാൾ ട്രാക്ക് ചെയ്യും. അപ്പൊ സാറ് പറയുന്ന അയാൾ ലൊക്കേഷൻ തന്നില്ലെന്നാണോ? അയാൾ ലൊക്കേഷൻ തന്നില്ല. ഓക്കെ, ഞാൻ പറയുന്ന ചന്ദ്ര പറയുന്ന കേൾക്കോ. ഞങ്ങൾ അവിടെ നിന്നപ്പോഴത്തേക്ക് ബ്ലേഡ് ഷാജി എന്ന വ്യക്തി, ഓക്കെ, അത് XMD പേഴ്സൺ ആണ്. അയാൾ കണ്ടു, അയാൾ ഓൾറെഡി അവിടെ ഉള്ളതാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പുള്ളി അങ്ങോട്ട് വന്നില്ല. ഓക്കെ, പുള്ളിയെ ഞാൻ വിളിപ്പിച്ചിട്ട് നമ്മൾ നേരത്തെ ഈ കേസിന്റെ ബാക്കി അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി, കാരണം ഷാജി ആണല്ലോ ഈ ഒണിക്സിന്റെ കേസ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഷാജിയെ വിളിപ്പിച്ചു. ഷാജി വന്ന സമയത്ത് ഈ ഒണിക്സിന്റെ കൂടെ വേറെ 2 വ്യക്തികൾ നിൽക്കുന്നതും ഒണിക്സിനെ ഗണ്ണെയിം ചെയ്ത് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതും കണ്ടു. ഓക്കെ, അതാരാണെന്നോ എന്താണെന്നോ പുള്ളിക്ക് അറിയില്ല. അല്ല, ഞാൻ ചോദിക്കുന്ന പ്രശ്നം ഇത്രേ ഉള്ളൂ. ഈ പറയുന്ന ഒണിക്സ് ലൊക്കേഷൻ തന്നോ ഇല്ലയോ? ഒണിക്സ് ലൊക്കേഷൻ തന്നിട്ടില്ല. ഇവരാണ് ട്രേസ് ഔട്ട് ചെയ്ത് ഞങ്ങൾക്ക് തന്നത്. XMD ആണ്. പുള്ളിയുടെ ഫോണിൽ നിന്നപ്പോ നിങ്ങൾക്ക് ഒരു മെസ്സേജ് പോലും ഒന്നും വന്നിട്ടില്ല, ഒരു ലൊക്കേഷൻ പോലും? ഇവരെ കയ്യിലുള്ള ഓരോ എക്യുപ്മെന്റ്സിനകത്തും ഇവര് GPS ട്രാക്കേഴ്സ് വെച്ചിട്ടുണ്ട്. ആ എക്യുപ്മെന്റ്സ് മിസ്സാവാതിരിക്കാനാണ് വെച്ചേക്കുന്നത്. സോ ആ എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്, അത് ആരൊക്കെ കൊണ്ടുപോകുന്നു, അതിനകത്തൊക്കെ ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇവർ പറഞ്ഞത്. ഓക്കെ, സോ അതുവഴിയാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്തത്, ഇവർ ഇൻഫർമേഷൻ തന്നത്. PDയുടെ യൂണിറ്റ് കുറവായതുകൊണ്ട് വി ടുക്ക് ദ അസിസ്റ്റൻസ് ഫ്രം ദ XMD ഓൾസോ. സാർ എന്തോ ആയിക്കോട്ടെ സാറേ, എനിക്ക് വെച്ച കാര്യം ഇനിയിപ്പോ പുറകോട്ട് പറ്റത്തില്ല. ബട്ട് it will affect the Jockey and Johnny also. നിങ്ങൾ അവരെ കണ്ടുപിടിച്ചതല്ലേ? അവരെ കണ്ടുപിടിക്കലെന്നല്ല. ഞാൻ കാണട്ടെ, ഈ പറയുന്ന ജോക്കി എന്ന് പറയുന്ന ആള് മേയർ ഇലക്ഷന് കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. And Johnny has so many business also. ആണല്ലേ? ചന്ദ്രന് ബിസിനസ് ഇല്ലേ? ഇല്ല, എനിക്ക് ബിസിനസ് ഇല്ല. എന്റെ ബിസിനസ് പോലും എനിക്കൊന്നുമില്ല. ഈ കേസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള എല്ലാവരുടെ ബിസിനസിന്റെ എല്ലാവരും ഹോൾഡ് ആവും. ഓക്കെ, ഓൾ ഗുഡ്. ഓക്കെ, ഐ വിൽ മാനേജ്. എനിക്ക് ഇവിടെ നിന്ന് എല്ലാ പിടി മാറി തരണം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റേഴ്സിനെല്ലാം ഞാൻ സേഫായിട്ട് ഒരിടത്ത് കൊണ്ട് വിടും. പക്ഷെ അതുവരെ നിങ്ങൾ ഒരു രീതിയിൽ എന്നെ പ്രൊവോക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ അവരെ മര്യാദയ്ക്ക് എത്തിക്കേണ്ട സ്ഥലത്ത് എവിടെ വെച്ചാൽ സേഫായിട്ട് ഇറക്കും. എനിക്കിവിടെ പോകാനുള്ള വേ നിങ്ങൾ ഇതാക്കണം. സാറേ, ഞാൻ MDMA ഒക്കെ പഠിച്ച ആളാണ്. സർജറി ചെയ്ത് വയറ്റി ബോംബ് വെച്ചിട്ടുണ്ട്. റേഡിയസിന് ഇപ്പുറത്തോട്ട് വന്ന ബോംബ് കൂട്ടി ആൾ ചെയ്താൽ ഉള്ള കാര്യം പറഞ്ഞു.
എബിലാത്തോടാ ഇന്ത്യന്നെ എബിലാത്തോ MMA ഏത് കോഴ്സാ? ഇറ്റാച്ചാത്തോ ഞങ്ങൾക്ക് സാർ കോൾ കൊടുക്കണം. ഞങ്ങൾക്ക് ഫ്രീ വേണം. ഞങ്ങളെ ചേച്ചി ചെയ്യാനും പാടില്ല, ഞങ്ങളെ പുറത്തുനിന്ന് ആളും വരാൻ പാടില്ല. നിങ്ങളുടെ ഓഫീസേഴ്സിനെ ഞാൻ സേഫ് ആയിട്ട് ഞാൻ വിടും. ഓക്കെ ഫൈൻ. അപ്പോൾ സൈഡിൽ നിന്ന് പോലീസ് ഉണ്ടല്ലോ. എല്ലാരെയും കണ്ണൻ ചെയ്തേറ്റ് ഞാൻ ഒരു പ്രശ്നമുണ്ട്. നീകൻ അവരുടെ കുടിച്ച് വെള്ളം അടിച്ച് പാമ്പായിരിക്കുകയാണ്. അവരെല്ലാരും വെള്ളമാണ്, എല്ലാരും വെള്ളം അടിച്ച് പിണഞ്ഞ് ഇവിടെ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ എന്നെ മനോജ്ഞനാക്കി പെടുത്തേനെ ഇതിനകത്തോട്ട്. നീക ബോസിന് ഒരെണ്ണം കൊടുക്കും. ബോസിന് കിട്ടാതെ ബോസിനെ വിശ്വസിക്കാം. നിങ്ങൾ ഓക്കെ അല്ലേ? ഇങ്ങോട്ടാ നീ പെട്ടെന്നാ നീക. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഞാൻ 1 5 എണ്ണുമ്പത്തേക്ക് ഓടി വണ്ടി കയറ ഒറ്റ പോക്കായിരിക്കും. 1 2 3 4 5. വണ്ടി കിണ്ണയില്ല. വണ്ടി കിണ്ണയില്ല. വണ്ടിക്ക് എണ്ണയും എന്റെ കണ്ണീര് പ്രോ ക്ലീനമണ്ട. അതിനകത്ത് അടിച്ച് ബോധലാരും ചേസ് ചെയ്യുന്നില്ല. സാർ ചേച്ചി ചെയ്യണ്ട. ഓഫീസേഴ്സ് അതിനകത്ത് അടിച്ച് വീലായിട്ട് കിടപ്പുണ്ട്. അതിനകത്ത് നിങ്ങൾ എടുത്തോ അവരെ. ബോധമല്ല. ഓക്കെ അത്രേ ഉള്ളൂ. ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടിക്കിടന്നവരാണ് ഈ നമ്മളൊക്കെ. നായിന്റെ പോലെ നീ എന്റെ പല പ്രാവശ്യം എന്റെ കൂടെ തന്നെ മൂഞ്ചിക്കാൻ നോക്കിയിട്ടുണ്ട്. നീ കണ്ടോമാരെ വെള്ളം എന്നെ പോലെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞാണ്. എന്നെ മനോജ്ഞനൊക്കെ പ്രേരിപ്പിച്ച് ഇവൻ ഫസ്റ്റ് കഞ്ചാവ് കൊടുത്തവർക്ക്. ഇല്ല, അത് പിന്നെ അവർക്ക് വേണോന്ന് നിർബന്ധിച്ച് വലിച്ചിട്ട് അവര് വെള്ളം വേണമെന്ന് പറഞ്ഞു. ഞാൻ വെള്ളം കൊടുത്തത്. ഹലോ എത്തിപ്പോയോ? ഹലോ വണ്ടി പറ്റണം. ഹലോ സാർ എന്താ പ്രശ്നം? സറണ്ടർ ചെയ്യാ സാറേ നല്ലപോലെ സാറേ ഞാൻ പിടിയത്തില്ലെന്ന്. എനിക്ക് പിടിയാൻ പറ്റില്ല സാറേ. എനിക്ക് പണിയുണ്ട്. അന്ന് നാളെ പിടിച്ചോളാം ചന്ദ്രനെ. ഓക്കെ അതല്ലേ എന്റെ പണി. ചന്ദ്രൻ അതാണ് പണിയെങ്കിൽ എനിക്ക് പണി ഇതേ ഉള്ളൂ. എന്റെ പണി ഇതാ. ഞാൻ പിടിച്ചേക്കാം. ചന്ദ്രൻ എവിടെ വരെ ഓടും നോക്കട്ടെ. ഓക്കെ ട്രൈ ചെയ്യാം. ജോലി ഇതായി പോയില്ലേ ചന്ദ്ര? ഓക്കെ ഞാൻ ഇറങ്ങുവാന്നേ. എല്ലാരും ഇട്ടിട്ട് പൊക്കോ. ഞാൻ അറിയാലേ അതെനിക്കറിയാം. നീ എവിടെയും പോകണ്ട. നീ ഇത് കഴിഞ്ഞിട്ട് പോയത്. ഇത്രയൊന്നല്ല പ്രശ്നം. രണ്ടും കൂടി ഒപ്പിച്ചു വെച്ചിട്ട് എന്റെ അളിയിൽ ഒറ്റക്കൊക്കെ പോണോടാ. അല്ലല്ല, ഞാൻ ഇവിടെ പോവാനാ. എങ്ങ് പോവണ്ട. ഇവിടെ എന്നാ അതിന് അവിടെ വന്നപ്പോ വലിയ സംഭവമൊക്കെ നടന്ന് വരുന്നുണ്ട്. ആര് 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 അളിയ 2 വണ്ടി എടുത്തോ. ഈ നായിന്റെ മരം കൊന്നില്ലേ? Let's go, baby. അളിയ ഏതാ അളിയ ഏതാത്? അത്രയുള്ളത്
ആ ഏബിൽ പോയി ഏബിൽ പോയി. അളിയാ 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 നില്ല്. നില്ലില്ല, ഞാൻ പറഞ്ഞുതരാം എവിടെ പോണോന്ന്. എടാ ഇതാ നമ്മുടെ മുതുക്കറിയാലോ, മുതുക്ക്. അളിയ പൊക്കോ, ഞാൻ പുറകെ വരാം. ആ ഇല്ല വണ്ടിയൊന്നും ട്രാക്ക് ചെയ്തില്ല. അളി ഇവിടെ ഇല്ല, അളി ഇങ്ങോട്ട്. ഇവിടെ നില്ല്, ഇവിടെ വിളിച്ചില്ല. EMS. ഇങ്ങോട്ടോ. EMS എന്തിനാ ഈ ഗ്യാങ് ഹൗസിന്റെ പരിസരത്ത് കിടന്ന് നടക്കുന്നേ? തമ്പുരാനറിയാം. ഇതെന്ത് RP ആണെന്ന് എനിക്കറിഞ്ഞൂടാ EMSന്റെ. ഇനി DOJയുടെ ഉത്തരവ് കിട്ടിയിട്ടാണോ? എന്നാടാ ഇത് ഗ്യാങ് ഹൗസിനകത്ത് കയറി ഞാനിത് ഗ്യാങ് RP ആക്കി മാറ്റി. ഞാൻ ഗ്യാങ് സിറ്റുവേഷൻ ആക്കി മാറ്റി. ഞാൻ കൺഫേം ആയത്. നല്ല തണുത്ത കാറ്റുണ്ടല്ലേ അളിയാ? താങ്ങൂല. ഒരു കാര്യം ഞാൻ പറയാം, ഇത് വെറുതെ വേസ്റ്റ് ആക്കാനായത്. അളിയായി ഞാനൊരു കാര്യം പറയാം, ഇത് വല്ലതും യവന്മാർ ഇതിന്റെ ഇത് ഗ്യാങ് സിറ്റുവേഷൻ ആക്കി കഴിഞ്ഞാൽ യവന്മാരത്തെ തൊലക്കിഞ്ഞ് തൊലക്കണം. അത് സിറ്റുവേഷൻ തൊലക്കണം. പിന്നല്ല എന്തിനാ ഇവിടെ കിടന്നിറങ്ങണത്? കണ്ട ഉമ്മാര് അല്ലല്ല വെയിറ്റ്. ഇത് വെറുതെ അലമ്പാക്കുന്ന, ചൊറയാക്കുന്ന. എന്റെ നല്ല ഗുണം മാറ്റാനാ, മാറ്റും. ഇത് ഉള്ള കാര്യം പറയാം. ഞാൻ മര്യാദക്ക് ഇത്ര നേരം ഞാൻ ഡീൽ ചെയ്തത്. നമ്മുടെ ആച്ചിന്റെ മുകളിൽ ലാൻഡ് ചെയ്യുന്നത്. ഇത് വെറുതെ ചൊറിയാണ്. ചൊറിഞ്ഞ് മേടിക്കാനാ ഇത്. ഹലോ അലക്സേ. ഹലോ എവിടെടാ? ബാക്കിയുള്ള പിള്ളേർ എന്ത് ചെയ്യേ? റേഡിയോയിലില്ല. 83-ലുണ്ടാ? ഒന്ന് കയറി നോക്കിയേ. ഗോക്കു ഇപ്പൊ വരാന്ന് പറഞ്ഞായിരുന്നു. ബാക്കിയുള്ളവർ അറിഞ്ഞോളൂ. എന്താ സാർ അളിയാ? എടാ വന്നാടാ, ഗ്യാങ് ഹൗസ് വന്നാടാ. ചന്ദ്ര മൂന്ന് എലി നോക്ക്.
ഇത് കൊറേ അങ്ങ് കഷ്ടപ്പെട്ടല്ലോ സാറേ. ഞാൻ റെസ്റ്റ് എടുക്കളി. എന്തോ വെച്ചേ നമ്മള് മാപ്പിന്റെ അപ്പുറത്തെ ജില്ലയിലാണ്. വള്ളിയിലടാ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് പിടിയില് ഞാൻ ഇവിടെ സേഫ് ആയിട്ട് ഗ്യാങ് ഹൗസ് എത്തി. കൊറേ എമാര് എന്നിട്ട് മണപ്പിച്ച് വരുവാടാ. അതും EMS പോലീസിന് വരെ EMS വരുന്നു. അതെന്താണ്? ഹെലികോപ്റ്റർ നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ ബാക്കി വന്ന് നിൽക്കുക. എമാര് ഇവിടെ ലാൻഡ് ചെയ്താൽ ഞാൻ വെടിവെക്കും. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങള് പെട്ടെന്ന് സാറന്മാരെ കുറച്ചൊന്ന് വേർക്കും അല്ലേ? ഗ്യാങ് ഹൗസിന്റെ ബാക്കിലടാ. ഇന്ന് കുറച്ച് വേർക്കും. 3 ഹെലി 4 ഹെലി. അല്ല സേഫ് സോണേ, സേഫ് സോണേ, സേഫ് സോണേ, സേഫ് സോണേ, സേഫ് സോണേ. ഓ എന്തൊക്കെ ഇവിടെ നടക്കണേ? കണ്ടാ നീ മോളോട്ട് നോക്കി അലക്സേ. ഇതെന്താ ഇത് അലക്സ? പ്രശ്നമായത് എന്താ EMS ഒക്കെ? അതാണ് പുതിയ EMS-ഉം PDയും അത് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൊളാബറേഷൻ. ഇവന്മാർക്ക് അതിന് വെടിവെക്കാൻ കഴിയില്ലല്ലോ, പിന്നെന്താ? ഇല്ല അത് ഇവര് സ്പോട്ട് ചെയ്യുന്ന കഴിവ് എന്തോട്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെയല്ലേ? ഞാൻ വാർണിംഗ് ഫയർ കൊടുത്തിയ, ഞാൻ അല്ലാണ്ട് വെടിച്ചൊന്നുമില്ല. അപ്പൊ അവര് പീഡിനെ ഹെൽപ്പ് ചെയ്യണം എന്ന് വെച്ചാ ചന്ദ്രനെ നമ്മള് EMS ആയിട്ടൊന്ന് കോർത്തായിരുന്നു. അപ്പൊ എനിക്കൊന്ന് പീഡിനെ ഹെൽപ്പ് ചെയ്യാന്ന് തോന്നുന്നു. അവർക്ക് അതിൽ ചെയ്യാൻ പറ്റും. അത് ചെയ്തോട്ടെ അല്ലാണ്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇല്ലല്ലേ? ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നവും ഇല്ല. അവർക്ക് വേണ്ട ഒരു എന്റർടൈൻമെന്റ് ഇടക്ക്. അപ്പൊ നമ്മളൊരു എന്റർടൈൻമെന്റ് കൊടുക്കും. നാളെ കണ്ടിന്യൂ ചെയ്ത് എന്താ പ്രശ്നങ്ങളാണെന്ന് മൊത്തം പ്രശ്നമാണ്. അവനവിടെ കുത്തുവോ ഇറക്കുവോ അന്നേരം എന്ത് ചെയ്യും? ഓ ചെല്ല് 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 എല്ലാം ചെല്ല്. ചന്ദ്ര പറഞ്ഞോ. നാളെ 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 അതെ നാളെ ബാക്കിയുള്ള പേപ്പേഴ്സ് ഒക്കെ റെഡി ആയിക്കോട്ടെ. ഞാൻ കണ്ടു ചന്ദ്രൻ ഷിപ്പിലോട്ട് കയറുന്നത്. സിറ്റിയിലോട്ട് തിരിച്ചെത്തുമല്ലോ, നമുക്ക് അപ്പൊ കാണാം. ഓക്കെ സാറേ, ഉറപ്പായിട്ടും. ഓക്കെ ശരി ചന്ദ്ര. ഓക്കെ കണ്ടോടാ അലക്സെ പോയാണ്ടോ? വന്ന വഴിക്ക് പോയി. ഇവിടെ കുത്താൻ കുറച്ച് നിങ്ങള് വരണ്ട. നിങ്ങള് എവിടെ എത്തി? ഇല്ല ഇല്ല ആണോ? one PD vehicle. Look here. അളിയാ ചെറിയൊരു മുണ്ടിയായിരുന്നു, പോയി. അല്ല ഇത് ഗ്യാങ്ങിനെ ഞാൻ ഇതില് ഇത് ചെയ്യുന്നില്ലടാ. ഗ്യാങ്ങിനെ എനിക്ക് ഇതില് ചെയ്യണമെന്നില്ല. ഗ്യാങ് ഹൗസ് കയറിയിട്ട് അവന്മാര് വരുന്നുണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഗ്യാങ് ഹൗസ് കയറിയിട്ട് ചെയ്ത് കഴിഞ്ഞാ 2 മണിക്കൂറായില്ലേ ഈ പരിപാടി? രണ്ടിൽ കൂടുതലാടാ. നോക്കാം, നിങ്ങൾ ഇതിൽ ഇന്റർഫിയർ ചെയ്യണ്ടാ. ഞാനിത് ചെയ്യാം. വേറൊന്നുമല്ല, ഇത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർ ഗ്യാങ് ഹൗസിൽ കൊണ്ട് ഇറക്കുമെന്ന് ഞാൻ വിചാരിച്ച്. ഗ്യാങ് ഹൗസിന്റെ ബാക്കിൽ യാച്ചില് ഇറക്കിയിരുന്നെങ്കിൽ അത് സിറ്റുവേഷനിലാക്കായിരുന്നു. ബാക്കി ഞാൻ നോക്കാം കേട്ടോ. നാളെ ആണെങ്കിലും നിങ്ങൾ ഇതിൽ ഇത് ചെയ്യണ്ട. ഓക്കെ, ഞാൻ പറയാം കേട്ടോ. ഇറ്റാച്ചിടാ, നിങ്ങൾ പൊക്കോ, നിങ്ങൾ തിരിച്ചു വെക്കോ. അല്ല, നാളെ ആണെങ്കിലും ഇത് നിങ്ങൾ ഇൻവോൾവ് ചെയ്യണ്ട. എനിക്ക് ഗ്യാങ്ങിനെ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കണ്ട. ഇത് എന്റെ സിറ്റുവേഷനാ.
യവന്മാര് ഗ്യാങ് ഹൗസിൽ കയറാൻ വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഗ്യാങ് ഹൗസിൽ കൊണ്ട് ഇറക്കിയ ഇത് ഗ്യാങ് സിറ്റുവേഷൻ ആക്കാന്ന്. കേട്ടാ? ഇല്ല എവിടാ എവിടാ? ഇല്ല അവന്മാര് ഗ്യാങ് ഹൗസിൽ കയറിയ നിങ്ങൾക്ക് ഇടപെടാം. ഗ്യാങ് ഹൗസിൽ കയറാത്ത പക്ഷെ നിങ്ങൾക്ക് ഇടപെടണ്ട. ഇല്ല ഭരത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് മറ്റേ നാളത്തേക്ക് കാണാന്നുള്ള രീതിയിൽ. വെള്ളത്തിൽ കൂടി നീന്തി പോണം കാട്. ആര്? ഒരു പീടി ആണാ? അലക്സ വണ്ടി കൊള്ളാലോ. പോട്ടോ അലക്സ. താങ്ക്സ് അറാ. നീ തിരക്കായിരുന്ന എന്തെങ്കിലും പരിപാടി? നല്ല വണ്ടി. ആരാടാ? എടാ ഞാൻ ഇറങ്ങോണേ ഗൈസ്. എടാ സോറിടാ, നിങ്ങള് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആ സിറ്റുവേഷൻ ആവുന്ന വിചാരിച്ചിട്ട് വിളിച്ചത്. ഓക്കെ നീ പറഞ്ഞോ. അല്ല നിങ്ങള് സിറ്റുവേഷൻ ആയിരുന്നല്ലേ, നിങ്ങള് വേറെ പരിപാടി നിൽക്കുവായിരുന്നില്ല, അതുകൊണ്ട് പറഞ്ഞു. നീ ഇറങ്ങണ എന്താ പരിപാടി? ബേടാ അലക്സ്. ഓക്കെ ഞാൻ ഉറങ്ങാം. എനിക്ക് നല്ല ചുമ. ശരി എന്നാ നാളെ വരാം. ആളിന്റെ റൂമിൽ ഞാൻ കിടക്കണേ. അയ്യോ ഓക്കെ പോയാ. എവിടെ കിടന്ന ആർപ്പി എവിടെ പോയി നോക്കിയേ നിങ്ങള്? എങ്ങനെ കിടന്ന ആർപ്പി എങ്ങനെ ആയെന്ന് നോക്കിയേ.